ആധുനിക കാലഘട്ടത്തിന് മാത്രം അവകാശപ്പെട്ടതെന്ന് വിചാരിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ 7 പതിറ്റാണ്ട് മുമ്പ് പട്ടം കോളനിയിൽ നടപ്പാക്കിയെന്നുള്ളത് അത്ഭുതകരമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഈ മേഖലയെ കേരളത്തിന്റെ ഭാഗമാക്കുക എന്ന ഇച്ഛാശക്തിയുള്ള തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് പട്ടം കോളനിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൂക്കുപാലത്ത് പട്ടം കോളനിയുടെ സപ്തതി ആഘോഷത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനോഹരമായ ഭൂപ്രദേശം കേരളത്തിന്റെ തന്നെ ഭാഗമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ നടത്തിയ ഭരണാധികാരികളുടെ ഒരു ഇച്ഛാശക്തിയുടെ പ്രതിഫലനവും കൂടിയാണ് ഈ കോളനിയുടെ രൂപീകരണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആധുനികവൽക്കരണത്തിന്റെ പാതയെ മാത്രം ചെയ്യാവുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തില് 7 പതിറ്റാണ്ടിന് മുമ്പ് അത്തരത്തിലുള്ള നല്ല കാഴ്ചപ്പാടുകളോടുകൂടി 5 ഏക്കർ ഭൂമി വെച്ച് ഒത്തിരിയേറെ കർഷകർക്ക് നൽകാൻ തീരുമാനിക്കുക, പൊതുസ്ഥാപനങ്ങൾക്ക് ആരാധനാലയങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമല്ല. തൂക്കുപാലം പബ്ലിക് ലൈബ്രറി ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ് പട്ടം കോളനിയുടെ രൂപീകരണമെന്നും പട്ടിണി സമരം, അതിനോട് അന്നത്തെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്, ഇവയൊക്കെ അടയാളപ്പെടുത്തിയ പരിപാടിയാണ് സംഘാടക സമിതി തൂക്കുപാലത്ത് നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1955 കുടിയിരുത്തിയെങ്കിൽ അന്ന് തൊട്ട് പരിശ്രമശാലികളായിട്ടുള്ള പൂർവികളുടെ വലിയ തോതിലുള്ള കഠിന പ്രയത്നം ജനദിനത്തിന് ആധാരമായി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരമുഖങ്ങളും ആവശ്യങ്ങളും പട്ടിണി ജാതിയും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ 1957 തന്നെ അന്നത്തെ ഗവൺമെന്റ് അക്കാര്യങ്ങളോട് കാണിച്ച സമീപനം തീർച്ചയായിട്ടും ശരിയായിരുന്നില്ല. 1000 രൂപ വെച്ച് നൽകാനും പണിയായുധങ്ങൾ നൽകാനും ഒക്കെ എടുത്ത തീരുമാനം ഒരു കാലഘട്ടത്തിന്റെ വിസ്മൃതിയില് അറിയാതെ പോകേണ്ടതല്ല. അത് ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കലാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശ്രീമതി മാധവിക്കുട്ടിയമ്മ ഭദ്രദീപം തെളിയിച്ചു എന്ന് പറയുന്നത് എത്രയോ നല്ല ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ പുലർത്തിയത് ഞാൻ ഓർക്കുന്നത്. പഴയ ആൾക്കാരെ ഓർമ്മപ്പെടുത്തുവാനും അവരെ ആദരിക്കാനും എല്ലാം ഏറെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൂക്കുപാലത്ത് ആഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.